നമ്മൾ ഒരു 3 കിലോ വരുന്ന കേക്കാണ് ചെയ്യുന്നത്. ഈ കേക്ക് കാണുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പോലെയാണ് തോന്നുന്നത്, പക്ഷെ മൊത്തത്തിലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല കേട്ടോ. ഉള്ളിൽ വാനില സ്ട്രോബെറി ഫ്ലേവറിൽ പുറത്ത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ലുക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വാനില സ്ട്രോബെറി ചോക്ലേറ്റ് കൂടെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു വാനില സ്പഞ്ച് കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വാനില സ്പോഞ്ച് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള മുട്ട കാര്യങ്ങളുടെ അളവ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 8 മുട്ട 2 കപ്പ് മൈദ വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് 3 കിലോ കേക്കാണ് വേണ്ടത്. ഇത് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അതായത് എൻ്റെ അടുത്ത് വലിയ പാത്രമില്ല, ഇതൊരു 11 ഇഞ്ചിൻ്റെ പാത്രമാണ്. അപ്പോൾ ഇതിലൊരു 8 മുട്ട 2 കപ്പ് മൈദ അളവിലാണ് കറക്റ്റ് കൊള്ളുക. ബാക്കി നമുക്ക് അടുത്ത കേക്കായിട്ട് അടുത്ത ലെയർ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ബേക്ക് ആവുന്ന സമയം എന്ന് വെച്ചാൽ ഇത് പരന്ന് കിടക്കുന്ന പാത്രമില്ല, അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 30-35 മിനിറ്റൊക്കെ തന്നെ മതിയാകും. മുൻപത്തെ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേക്കിൻ്റെ ബേക്ക് ആവുന്ന സമയം എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനാണ് 200 ഡിഗ്രിയിൽ. പിന്നെ ഞാനൊരു 160 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്ക് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതൊരു വയറാക്കിലേക്കായിട്ടൊന്ന് മാറ്റി വെക്കണം, ഒന്ന് കമിഴ്ത്തി വെക്കണം. അതിൻ്റെ ചൂടൊക്കെ നല്ലോണം ഒന്ന് പോയിക്കോട്ടെ. ഈ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 2 കിലോ വരുന്ന ഐസിങ് ചെയ്തെടുക്കുക. ക്രീം ചെയ്ത് വരുന്ന സമയത്ത് ഒരു 2 കിലോ ഉണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു 3 കിലോ കേക്കാണ് വേണ്ടത്. അപ്പോൾ അതിലേക്കൊരു 1 ലെയർ കേക്കിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു 4 മുട്ട 1 കപ്പ് മൈദ വരുന്ന രീതിയിലുള്ള മെഷർമെൻറ്റിൽ കാര്യങ്ങൾ എടുത്തിട്ട് ബാറ്റർ റെഡിയാക്കിയിട്ട് ഒന്നുകൂടെ ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഇത്രയും വലിയ ടിന്നിൽ ഒരു 4 മുട്ട അളവിലുള്ള ബാറ്ററല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കായി കിട്ടാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ബേക്കായി കിട്ടിക്കോളും. അപ്പോൾ രണ്ടാമത് വെച്ചിട്ടുള്ള കേക്കും ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു വയറാക്കിലേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ ഇനി കട്ട് ചെയ്യേണ്ടി വരുമൊന്നുമില്ല. നമ്മൾ ആദ്യം ചെയ്ത കേക്ക് ഒരു 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് 3ാമത്തെ ലെയറായിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ടി വരില്ല, ഇത് തന്നെ മതിയാകുക. ആ ഒരു കനത്തിൽ തന്നെ ഉള്ളത്. ഇനിയിപ്പോൾ ഈ 2 കേക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 1-2 മണിക്കൂർ മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഐസിങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഞാനൊരു 4.5 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. പക്ഷേ എല്ലാ ക്രീമും കൂടെ ഒന്നിച്ച് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മളെ ബീറ്ററിന് അനുസരിച്ചിട്ടോ. എൻ്റെ ഈ ഒരു കിച്ചൺ മെഷീനിൽ ഇപ്പോൾ ഒരു 3 കപ്പ് ക്രീമാണ് കറക്റ്റ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഇത് കുറച്ച് ചെയ്യും, പിന്നെ ബാക്കി ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കുറേ ആളുകൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് ക്രീം എടുത്തു. അപ്പോൾ ആ പാക്കറ്റിൽ ബാക്കി ക്രീം ഉണ്ട്, അത് എവിടെയാണ് എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു 1-2 ദിവസത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ തന്നെ നല്ലോണം കവർ ചെയ്തിട്ട് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ താഴെ തന്നെ വെച്ചാൽ മതി. പക്ഷേ കുറച്ച് കൂടുതൽ ദിവസം 2 ദിവസത്തിലൊക്കെ കൂടുതൽ അല്ലെങ്കിൽ 1 മാസമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് വേറെ നല്ലൊരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ടൈറ്റായിട്ടുള്ളൊരു കുപ്പിയിലേക്ക്, അതായത് മൂടി നല്ല ടൈറ്റ് ആയിരിക്കണം, ഐസ് ഉള്ളിൽ കയറാത്ത പോലെ നന്നായി ടൈറ്റായിട്ട് എടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക. ഒരു 1-1.5 മാസമൊക്കെ സുഖമായിട്ട് സൂക്ഷിക്കുക കേട്ടോ. എന്നിട്ട് അത് നമുക്ക് കേക്കിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂറൊക്കെ മുൻപ് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത ക്രീം ഉണ്ടല്ലോ ലൂസായിട്ട്, ആ ക്രീം പോലെ തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് മാത്രം ബീറ്റ് ചെയ്യുക, കട്ടയായിരിക്കുന്ന സമയത്ത് ബീറ്റ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്പാച്ചിലയിൽ എടുത്തത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് താഴേക്ക് പോവാത്ത രീതിയിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ, അതായത് ഒരു 8 മുട്ട 2 കപ്പ് മൈദ വെച്ചിട്ട് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ആ ഒരു കേക്ക് ഞാനൊരു 2 പീസായിട്ട് 2 ലെയറായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു കട്ടിയിലുണ്ടാവുക 1 ലെയർ തന്നെ, അത് തന്നെ മതിയാകും. ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ബോർഡിൽ കുറച്ച് ക്രീം ഇതുപോലെ ആക്കി കൊടുക്കുക, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ പീസ് കേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ആക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് എപ്പോഴാണോ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഒരുപാട് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ല, ഒരു പാകത്തിന് മതിയാവും. പക്ഷേ ഇന്ന് കുറച്ച് കൂടുതൽ സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ച് നാളത്തേക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്ന കേക്ക് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് കേക്കിന് സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ ആക്കാൻ സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കിയാൽ മതി. എത്രത്തോളം കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കാം.
ഈ ക്രീമിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പൈനാപ്പിൾ ക്രഷ് പരിചയപ്പെടുത്തല്ലോ, അതുപോലെ മാംഗോയുടെ സ്ട്രോബെറി ബട്ടർ സ്കോച്ച് അങ്ങനെ എന്ത് വേണമെങ്കിലും ഫ്ലേവർ കൊടുക്കാം കേട്ടോ, ഓരോ കേക്കിനനുസരിച്ചിട്ട്. ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചാക്കി കൊടുക്കുകയാണ്. സ്ട്രോബെറി നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലിപ്പോൾ പുതുമയായിട്ട് കാര്യങ്ങളൊന്നുമില്ലല്ലോ, വെറൈറ്റി ഒന്നുമില്ലല്ലോ എന്നുള്ളത്. ശരിക്കും എനിക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മൾ മുൻപ് ചെയ്ത കേക്കൊക്കെ പോലെ തന്നെയാണ് ഇതും, ജസ്റ്റ് സ്ട്രോബെറി ഫ്ലേവർ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പുതിയ ടൈപ്പ് കേക്ക് നമുക്കിന് വേറെ വീഡിയോസിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മേലേക്ക് അടുത്ത പീസ് കേക്ക് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. പിന്നെ ഒക്കെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ആക്കി കഴിഞ്ഞാൽ മേലെ ക്രീം ആക്കി കൊടുക്കുക. പിന്നെ സ്ട്രോബെറിയുടെ ക്രഷ് തന്നെ കുറച്ച് ആക്കി കൊടുക്കുക. എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആക്കി കൊടുത്താൽ മതി. സ്ട്രോബെറി ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. ശരിക്കും എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം പൈനാപ്പിൾ ക്രഷ് വാനിലയിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി ഇഷ്ടമായിട്ട്. പക്ഷേ സ്ട്രോബെറി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ക്രീം ചെയ്യുമ്പം ഞാൻ തുടക്കത്തിൽ ഒരു ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് പിന്നെയാണ് മൊത്തത്തിൽ ക്രീം ഇട്ടിട്ട് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡിലും മേലെയൊക്കെ ഇതുപോലെ ആ ഒരു കുറച്ച് ക്രീം ഉപയോഗിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതിന് ശേഷം ബാക്കി ക്രീം ചെയ്യുകയാണെങ്കിൽ ആ കേക്കിൻ്റെ പൊടിയൊന്നും മേലേക്ക് വരാതെ കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. സമയത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയും കൂടെ ചെയ്യാണ്. പിന്നെ ഞാനിപ്പം ഈ ഒരു കേക്കിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു കേക്കിൽ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കേക്കിന് ബ്രൗൺ കളർ കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ സൈഡ് ഈ ക്രീം ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇത് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുക. പിന്നെ സൈഡൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ ചിലപ്പോൾ ഒരു ഇത്തിരി സമയമൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ സമയത്തിനനുസരിച്ച് എങ്ങനെയാണോ വൃത്തിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ സൈഡൊക്കെ നന്നാക്കി എടുക്കുക. കേക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്രേറ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് തന്നെയായിരുന്നു, ഇതെങ്ങനെയാണ് നമ്മൾ കേക്കിൻ്റെ മേലേക്ക് ഇടുന്ന സമയത്ത് അധികം പൊടിഞ്ഞു പോവാത്ത രീതിയിൽ കുറച്ച് വലുതായിട്ട് തന്നെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കുക. ഞാൻ എപ്പോഴും കത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കത്തി വെച്ചിട്ടാകുന്ന സമയത്ത് ഇതുപോലെ കുറച്ചിങ്ങനെ നീളത്തിലും എടുക്കും, കുറച്ച് ചെറുതായിട്ടും എടുക്കും. ഒരുപാട് കട്ടിയില്ലാതെ നീളത്തിൽ കനം കുറച്ച് ചെത്തിയെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോമ്പൗണ്ട് ചോക്ലേറ്റ് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിലാണ് നിങ്ങൾ ചോക്ലേറ്റ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം മുൻപ് തന്നെ പുറത്തെടുത്ത് വെക്കുക. അപ്പോഴാണ് നമുക്ക് ചോക്ലേറ്റ് ഈസി ആയിട്ട് ചെത്തിയെടുക്കാനും ഗ്രേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. തണുപ്പുള്ള സമയത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ സാധാരണ കോമ്പൗണ്ട് ചോക്ലേറ്റ് പുറത്ത് തന്നെയാണ് സൂക്ഷിക്കുന്നത്, ഫ്രിഡ്ജിൽ വെക്കാറില്ല. അങ്ങനെ ചോക്ലേറ്റ് പുറത്തെടുത്ത് വെച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കത്തി വെച്ച് ചെത്തിയെടുത്തതിന് ശേഷം ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. ഒരു മണിക്കൂറൊക്കെ മുൻപേ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പണി എളുപ്പമായിരിക്കും, കേക്കിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ പിന്നെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കത്തി വെച്ചിട്ട് എങ്ങനെയാണ് ഇതിങ്ങനെ നീളത്തിൽ ചെത്തിയെടുക്കുക എന്നുള്ളത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വേറൊരു കേക്കിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ചോക്ലേറ്റ് ഇടുന്നതിന് മുൻപായിട്ട് ഞാനൊരു പാത്രം ഇതുപോലെ കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാത്രം വെക്കുന്ന സമയത്ത് നല്ല വെയിറ്റ് ഉള്ളത് വെക്കണ്ട കേട്ടോ, കനം കുറഞ്ഞൊരു പാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒരുപാട് കട്ടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട, ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ ചോക്ലേറ്റ് വെർമസെല്ലൊക്കെ കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, വേണമെങ്കിൽ മതി. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതുകൊണ്ട് തന്നെ ഇതുപോലെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. മൊത്തത്തിൽ ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പാത്രം നമുക്ക് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി, ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടോ, ഈ ഒരു വൃത്തിയിൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അവിടെ എന്തെങ്കിലും പേര് എഴുതാനുണ്ടെങ്കിൽ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ലെറ്റർ എഴുതുക എന്നുള്ളത് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൽ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കുക. പിന്നെ കുറച്ച് ഫ്ലേവർ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഡിസൈൻ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ വണ്ണം നോസിൽ വെച്ചിട്ട് ഒരു 4 സൈഡിൽ ഇതുപോലെ ഒരു പൂ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
എന്നിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോ ചെറി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഭംഗിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചൊരു കളർഫുൾ വെർമസെല്ലി ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ പരിപാടി. എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് 1-2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ മുറിക്കാൻ. പിന്നെ ഈ ഒരു കേക്ക് ഇപ്പോൾ ഞാൻ മുറിച്ച് കാണിക്കുന്നില്ല, പുറത്ത് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു, ആദ്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്